KVVES തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു. KVVES തണൽ ഡയാലിസിസ് സെന്റർ, പൂക്കോട്ടുംപാടം. ഇടിമിന്നലിൽ റോഡ് തകർന്നു. കരുവാരകുണ്ട് മഞ്ഞൾപ്പാറയിലെ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡാണ് ഇടിമിന്നലിനെ തുടർന്ന് 50 മീറ്ററോളം നീളത്തിൽ തകർന്നത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ഇടിമിന്നലുമാണ് കരുവാരക്കുണ്ട് മേഖലയിലുണ്ടായത്. ഇതേ തുടർന്നാണ് മഞ്ഞൾപ്പാറയിലെ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡ് തകർന്നത്. റോഡിന്റെ 50 മീറ്റർ നീളത്തിൽ വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടായാൽ വിടവിലൂടെ വെള്ളമിറങ്ങി റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയില്ലാത്തതും പ്രതിസന്ധിയാവുകയാണ്. ഇടികൊട്ടിയിലാണ് ഈ റോഡിന്റെ ഫുള്ളൊരു 50 മീറ്ററോളം ഇങ്ങനെ തകർന്നിട്ടുണ്ട് റോഡ്. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് റോഡ് സംരക്ഷണ ഭിത്തിയില്ലാത്തതുകൊണ്ട് റോഡ് മൊത്തം പോകാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ 75ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക്. ഈ റോഡാണുള്ളത്. അതുകൊണ്ട് കാളികൾക്ക് ഇത് ഷോർട്ട് വഴിയാണ്. ആലിക്കോട് പാറശ്ശേരി റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. ഇപ്പം ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ട് കയറി കഴിഞ്ഞാൽ ഇതിന് അധികൃതർ എന്തെങ്കിലും ഇത് വഴി കാട്ടി തന്നില്ലെങ്കിൽ ഭയങ്കര അപകടത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. ഇപ്പുറത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് റോഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായും തകരും ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാളികാവ് പഞ്ചായത്തിലെ യുമായി മഞ്ഞൾപ്പാറയെ ബന്ധിപ്പിക്കുന്ന റോഡിനെ 70ഓളം കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത്. റോഡ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. Teddy Baby Diaper and Pants made for Indian baby body type.